ഹലോ, സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയുന്നത് നോക്കിയയുടെ 112 എന്ന് പറയുന്ന മോഡലിൻ്റെ സ്പീക്കർ, മൈക്ക്, റിങ്ങർ, ബേസിനെ കുറിച്ചാണ്. ജമ്പർ എങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. മൊത്തം കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഹലോ, നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഇതിൻ്റെ മൈക്ക്. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ബ്ലോർ വെച്ചാണ് എടുക്കേണ്ടത്. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ലെഗുകളാണുള്ളത്. അപ്പോൾ മൈക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം മൈക്ക് മാറ്റി നോക്കുക എന്നുള്ളതാണ്. മൈക്ക് മാറ്റിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഇവിടെ 2 സ്പെയറുകളുണ്ട്. ആ സ്പെയറുകളിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ ഈ പ്രിൻ്റ് പോയതാണെങ്കിൽ നിങ്ങളൊരു വയറുള്ള മൈക്ക്, സാധാരണ മൈക്ക് എടുത്ത് വെച്ച് ഇങ്ങോട്ട് ജമ്പർ കൊടുത്താൽ മതിയാവും. മൈക്കിൻ്റെ പ്രോബ്ലംസ് റെഡിയായി കിട്ടും. പിന്നെ നിങ്ങൾ പ്രിൻ്റ് ബ്രേക്ക് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ വരെ ഏതെങ്കിലും റെസിസ്റ്റൻസ് 2 കണക്ഷനിലും കാണിക്കണം. അതുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കണക്ഷൻസ് ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഇങ്ങോട്ടുള്ള സർക്യൂട്ട് ബ്രേക്ക് ആയിരിക്കും. അപ്പോൾ അതേതാണെന്ന് നിങ്ങൾ നോക്കി കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം മൈക്ക് നോക്കുക. എന്നിട്ട് മൈക്കിൻ്റെ പ്രോബ്ലം റെഡി ആയിട്ടില്ലെന്നൊരു അല്ലെ പ്രിൻ്റ് ബ്രേക്കും ഒക്കെ ആണെന്നൊരു നിങ്ങൾക്ക് ഇങ്ങോട്ട് ജമ്പർ എടുത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് സ്പീക്കറിൻ്റെ ബേസാണ്. സ്പീക്കറിന് ഇവിടെ ഈ 2 കണക്ഷനാണുള്ളത്. ഈ 2 കണക്ഷൻ മൊത്തം 4 കണക്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ 2 എണ്ണം കോമൺ ആയിരിക്കും. ബാക്കി 2 കണക്ഷനാണുള്ളത്. ആ 2 കണക്ഷൻ കയറുന്നത് സ്പീക്കറിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ സ്പീക്കർ തന്നെ മാറി നോക്കുക, വേറൊരു സ്പീക്കർ ഇട്ട് നോക്കുക. എന്നിട്ട് ആവുന്നില്ലെന്നൊരു ഈ ഒരു സ്പെയറിലേക്കാണ് കയറുന്നത്. ഇവിടെ ഒരു 4 ലെഗുള്ള ഒരു സ്പെയറുണ്ട്, ഏറ്റവും മുകളിലായിട്ട് ഇരിക്കുന്നത്. ആ ലെഗിലേക്കാണ് കയറുന്നത്. അഥവാ പ്രിൻ്റ് ബ്രേക്കോ വല്ലതും ഉണ്ടെന്നൊരിയിൽ നിങ്ങൾക്ക് ഈ സ്പെയർ മാറ്റി നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സ്പെയറിലേക്ക് ജമ്പർ അടിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ റിങ്ങറിൻ്റെ കണക്ഷൻ പറയാം. റിങ്ങറിൻ്റെ കണക്ഷൻ ഇതാണ്. 2 റിങ്ങറിൻ്റെ പോയിൻറ്റുകൾ. റിങ്ങറിൻ്റെ കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾ ആദ്യം റിങ്ങർ ഒന്ന് മാറ്റി നോക്കണം. റിങ്ങർ നല്ലതാണ്. റിങ്ങറൊക്കെയാണ് സാധാരണ കംപ്ലൈൻറ്റ് വരാറ്. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കയറുന്നത് ഇവിടെ 2 കറുത്ത കമ്പോണൻസ് ഇരിപ്പുണ്ട്. ആ കമ്പോണൻസിലേക്കാണ്. ഇതേ ഈ കാണുന്നതാണ് ആ കമ്പോണൻസ്. ഇവിടെ ഇങ്ങോട്ട് വെച്ചേക്കുന്ന ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു 2 സ്പെയറുകളാണ്. ആ സ്പെയറുകളിലേക്കാണ് മുകളിലത്തെ കണക്ഷൻ മുകളിലത്തെ സ്പെയറിലേക്കും, രണ്ടാമത്തെ കണക്ഷൻ രണ്ടാമത്തെ സ്പെയറിലേക്കുമാണ്. ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിങ്ങർ വർക്ക് ചെയ്യാതിരിക്കും. ഇത് ബ്രേക്ക് ആയാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് റിമൂവ് ചെയ്ത് വെച്ച് ഇത് ഷൂട്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ റിങ്ങർ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.